വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് ശില്പ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഞാനും എൻ്റെ 2 ഗേൾസ് കസിൻസും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ടു മേഘാലയ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരു യൂഷ്വൽ ഞാനിപ്പോൾ ജയ്പൂർ പോയപ്പോൾ കാണിച്ച പോലത്തെ വ്ളോഗോ അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു ഗേൾസ് ട്രിപ്പാണോ എന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ അല്ലെങ്കിൽ ചോദിച്ചാൽ അല്ല. കാരണം നമ്മളൊരു പാക്കേജ് എടുത്തിട്ടായിരുന്നു പോയത്. സോ വി ട്രാവൽ വിത്ത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പോൾ അത് തന്നെയാണ് ഈ ട്രിപ്പിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഞാനൊരു 7th ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പേരൻസിൻ്റെ കൂടെ ഒരു ഭാരത് ദർശൻ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ കുറേ പുതിയ ഫാമിലീസും കുറേ വേറെ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ കൂടെ ആയിരുന്നു. അതിനുശേഷം ഞാനിങ്ങനെ ഒരു അൺനോൺ ഗ്രൂപ്പിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതൊരു സ്പെഷ്യൽ ട്രിപ്പായിരുന്നു. എനിവേസ് ഈ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു 6 days ട്രിപ്പായിരുന്നു. അടിപൊളിയായിരുന്നു. അതിൻ്റെ ഞാൻ വഴിയെ കാണിച്ചാൽ ഒരു യൂഷ്വൽ വ്ളോഗ്. ഞാനിപ്പോൾ ജയ്പൂർ പോയപ്പം എടുത്ത പോലത്തെ വ്ളോഗ് അങ്ങനെയൊന്നുമല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അൺനോൺ ഗ്രൂപ്പിൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഷൈ ആയിരുന്നു നമ്മൾ ഒരു യൂഷ്വൽ വ്ളോഗ് പോലെയൊക്കെ എടുക്കാൻ വേണ്ടി. പക്ഷെ എന്നാലും ഞാൻ ഫുള്ള് കവർ ചെയ്ത് ഒപ്പിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ കാണിച്ചു തരാം. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഞാനൊരു സ്റ്റോറി പറയുന്ന പോലെ ഞാൻ ആ ട്രിപ്പ് നിങ്ങളുടെ മുന്നിൽ പറയണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ വിഷ്വൽസും പാരലായിട്ട് കാണിച്ചു പോകാം. അപ്പോൾ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഫുള്ള് ട്രാവലിംഗ് ആയിരുന്നു. അതായത് നമ്മളുടെ ഫ്ലൈറ്റ് വന്നിട്ട് ബാംഗ്ലൂർ ടു ഗുവാഹട്ടി ആയിരുന്നു. നമ്മൾ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഫ്ലൈറ്റിനകത്ത് തന്നെയായിരുന്നു കഴിച്ചത്. അറൗണ്ട് ഒരു 11 മണിയൊക്കെ ആയപ്പം, രാവിലെ 11 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഗുവാഹട്ടി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അവിടെ നമ്മളുടെ ഈ ഏജൻസി അവർ 2 ടെമ്പോ ട്രാവലേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 22-23 ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഇത്രയും ആൾക്കാരെ അവർ സ്പ്ലിറ്റ് ചെയ്ത് 2 ടെമ്പോ ട്രാവലേഴ്സിലാക്കിയിട്ടായിരുന്നു ഷില്ലോങ്ങിലേക്ക് കൊണ്ടുപോയത്. അപ്പം നമ്മൾ അവിടെ എയർപോർട്ടിൽ വെച്ച് എല്ലാവരും ജസ്റ്റ് കണ്ടു, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ പോകുന്ന വഴി ഏകദേശം ഒരു 2:30 ആയപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ സ്റ്റോപ്പ് ചെയ്തു. അവിടെ വെച്ച് നമ്മൾ ഏകദേശം കുറേ പേരെ പുതിയതായിട്ട് പരിചയപ്പെട്ടു. അവരോട് സംസാരിക്കുകയും എല്ലാവരും ആ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് എല്ലാവരും പുതിയതായിട്ട് ആൾക്കാരെ പരിചയപ്പെടുകയും നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പ് ജേർണി. നമ്മൾ അവിടെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ലഞ്ച് കഴിച്ചതിന് ശേഷം പതുക്കെ ഷില്ലോങ്ങിലേക്കുള്ള ജേർണി വീണ്ടും തുടർന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ ഷില്ലോങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കാര്യം നോട്ട് ചെയ്തു വെച്ചാൽ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമായിരുന്നു. നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ സൺസെറ്റ് നേരത്തെ ഉണ്ടാവും എന്ന് അറിയാമായിരുന്നു. പക്ഷെ എന്നാലും നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കാരണം ഒരു 4 മണി 4:15 ആകുമ്പോൾ സൺസെറ്റ് സ്റ്റാർട്ട് ചെയ്യും. 5:15 ആകുമ്പോൾ കഴിയും സൺസെറ്റ്. 6 മണിയൊക്കെ ആകുമ്പോൾ നല്ല ഇരുട്ടാണ്. അങ്ങനെ നമ്മൾ ഷില്ലോങ്ങിലെത്തിയത് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടലിൽ ചെക്കിൻ ചെയ്ത് ഒന്ന് ഫ്രഷായി. ഫ്രഷ് ആവാന്ന് പറഞ്ഞാൽ കുളിച്ച് ഫ്രഷ് ആവാനൊന്നും നടക്കില്ല, നല്ല തണുപ്പായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് ഫ്രഷായി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ നേരെ പോലീസ് ബസാറിലേക്ക് പോയി. അതായത് ഇപ്പം നമുക്ക് മണാലിയിൽ ചെന്നപ്പോൾ മോൾ റോഡ് ഉണ്ടായിരുന്നു, ലഡാക്കിൽ ചെന്നപ്പോൾ ലേ മാർക്കറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഷില്ലോങ്ങിലെത്തിയപ്പോൾ പോലീസ് ബസാർ ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ ബാർഗെയിൻ ചെയ്ത് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്യാം. അതെ, പിന്നെ പോലീസ് ബസാറിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അതായത് ഇപ്പം 8 മണി 8:30 ആകുമ്പം ഷില്ലോങ്ങിൽ ഷോപ്സ് എല്ലാം ക്ലോസ്ഡ് ആവും. അത് സാറ്റർഡേ സ്പെഷ്യലി, കാരണം അവിടെ 98% ക്രിസ്ത്യൻസ് ആണ് ഷില്ലോങ്ങിലുള്ളത്. അപ്പോൾ സൺഡേ ഷോപ്സ് ഒന്നും ഓപ്പൺ ആയിരിക്കില്ല. അപ്പം നമ്മളോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ്റർഡേ തന്നെ എന്തെങ്കിലും വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്ത് വെച്ചോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് പോലീസ് ബസാറിൽ ടൈം സ്പെൻഡ് ചെയ്തത്. നമുക്ക് ഇങ്ങനെ കുറേ ടൈം നമ്മൾ പോലീസ് ബസാറിൽ കൂടെ നടന്നു. നമ്മളവിടെ സ്ട്രീറ്റിൽ നിന്ന് നല്ല ചൂട് മോമോസ് ഒക്കെ ട്രൈ ചെയ്തു. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. അതിനുശേഷം നമ്മൾ കഫേ ഷില്ലോങ്ങിലേക്ക് പോയി. കഫേ
ഷില്ലോങ് ഒരു 1.5-2 കിലോമീറ്റർ പോലീസ് ബസാറിൽ നിന്ന് മാറിയിട്ടായിരുന്നു. അപ്പോൾ ഒരു ടാക്സി എടുത്ത് നമ്മൾ കഫേ ഷില്ലോങ്ങിൽ പോയി അവിടുത്തെ വെജ് ഷില്ലോങ് സ്പെഷ്യൽ നൂഡിൽസ് ആണ് ട്രൈ ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സോസും കൂടെ ഉണ്ട്. ഇറ്റ് വാസ് റിയലി യമ്മി. ഏതായാലും കഫേ ഷില്ലോങ്ങിൽ നിന്ന് നേരെ ഞങ്ങൾ ബേക്കിംഗ് ലെവൻ എന്ന് പറയുന്ന ഒരു കേക്ക് ഷോപ്പിലേക്കായിരുന്നു പോയത്. ഈ കഫേ ഷില്ലോങ്ങിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ബേക്ക് ലെവനും ഉണ്ടായിരുന്നത്. പുറത്ത് നല്ല തണുപ്പായിരുന്നുകൊണ്ട് നമ്മളവിടെ ചെന്ന ഉടനെ കുറച്ച് ചൂടുവെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ച് അവിടെ ഇരുന്നതിന് ശേഷമായിരുന്നു ഓർഡർ ചെയ്തത്. തണുപ്പത്ത് സാധാരണ എല്ലാവരും ചായയും കാപ്പിയും ഒക്കെ ആയിരിക്കും ഓർഡർ ചെയ്യുന്നത്. നമ്മൾ വെറൈറ്റിക്ക് അവിടുന്ന് ബ്രൗണി വിത്ത് ഐസ്ക്രീമും അതേപോലെ ബ്ലൂബെറി ചീസ് കേക്കും ഒക്കെ ആയിരുന്നു ഓർഡർ ചെയ്തത്. പക്ഷേ ഹെവൻലി ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ ട്രൈ ചെയ്തതിന് ശേഷം തിരിച്ച് റൂമിൽ വന്ന് അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേ. അങ്ങനെയായിരുന്നു എൻഡ് ചെയ്തത്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ലൈറ്റ്ലൂം കാനിയൻ കാണാനായിരുന്നു. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഖാസി ഹിൽസിലാണ്. ഈ മേഘാലയ പ്ലാറ്റൂ എന്ന് പറയുന്നത് 3 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഖാസി ഹിൽസ്, ജാൻത്യ ഹിൽസ് ആൻഡ് ദ തേർഡ് വൺ ഈസ് ഗാരോ ഹിൽസ്. അപ്പോൾ ഈസ്റ്റ് ഖാസി ഹിൽസിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോയത് ലൈറ്റ്ലൂം കാനിയൻ കാണാൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി 2024 ഫസ്റ്റ് സൺഡേ ആയതുകൊണ്ട് അന്ന് അത് ക്ലോസ്ഡ് ആയിരുന്നു. അന്ന് നമുക്കത് കവർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ മോവിയോ സാം എന്ന് പറയുന്ന ഒരു വില്ലേജിൻ്റെ അടുത്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളവിടെ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ അവിടെ ഒരു ലോക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോയി നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി. പിന്നെ അവിടുത്തെ ഓറഞ്ച്, അത് ഞാൻ എടുത്ത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓറഞ്ചിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദ വൺ വി ഗെറ്റ് ഇൻ സൗത്ത്. അതായത് ഒന്നാമത് അവിടെ തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല തണുത്ത ഓറഞ്ചാണ്. അപ്പോൾ അത് നല്ല റിഫ്രഷിങ്ങുമാണ്, നല്ല മധുരമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓറഞ്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോയതെന്ന് പറഞ്ഞാൽ ക്രാങ്ഷുരി വാട്ടർഫോൾസിലേക്കാണ്. ക്രാങ്ഷുരി വാട്ടർഫോൾസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ജാൻത്യ ഹിൽസിലാണ്. അപ്പോൾ നമ്മൾ നേരെ ഈസ്റ്റ് ഖാസി ഹിൽസിൽ നിന്നും ജാൻത്യ ഹിൽസിലേക്കാണ് നെക്സ്റ്റ് പോയത്. പോകുന്ന വഴിക്ക് നമ്മൾ ലഞ്ച് കഴിച്ചു. അവിടെ അടുത്തൊരു ലേക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. നമ്മളങ്ങനെ ക്രാങ്ഷുരി വാട്ടർഫോൾസിലെത്തി. അത് നമുക്കിങ്ങനെ ദൂരേന്ന് ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. മഴക്കാലം അല്ലാത്തത് കൊണ്ട് വെള്ളമൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ എന്നാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ ഒരു ബ്ലൂ കളറിൽ ആ ഒരു വാട്ടർ ബോഡി ഇങ്ങനെ ദൂരേന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ക്രാങ്ഷുരി വാട്ടർഫോൾസിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് 2 രീതിയുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് നടന്നു പോകാം, അല്ലെങ്കിൽ സിപ്പ് ലൈൻ എടുക്കാം. ഞാനും എൻ്റെ കസിൻസും ഞങ്ങൾ 3 പേരും പിന്നെ നമ്മളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു 70% ആൾക്കാരും എനിക്ക് തോന്നുന്ന സിപ്പ് ലൈൻ തന്നെയായിരുന്നു എടുത്തത്. എൻ്റെ ഫസ്റ്റ് സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അതും ഒരു രസമായിരുന്നു. ലൈക്ക് ആ ഒരു ഗ്രീനറിയുടെ മുകളിൽ കൂടെ ഇത്രയും ഹൈറ്റില്ലാത്ത തണുത്ത ഒരു ക്ലൈമറ്റിൽ സിപ്പ് ലൈനിൽ പോകുന്നത് നല്ല സുഖമുള്ളൊരു പരിപാടിയായിരുന്നു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ സിപ്പ് ലൈൻ എടുത്ത് താഴെ എത്തിയെങ്കിലും വാട്ടർഫോൾസിലേക്ക് എത്താൻ കുറച്ചും കൂടി നടക്കാനുണ്ട്. അത് നമ്മൾ നടന്നിറങ്ങി. പിന്നെ നമ്മളവിടെ എത്തുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഒരു 3-3:30 ആയിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4 മണിയൊക്കെ ആകുമ്പം സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ടൈമിന് അടുത്തോട്ട് എത്തുമ്പോഴത്തേക്കും ആ ഒരു ലൈറ്റിംഗ് ഒക്കെ നല്ലൊരു രസമുള്ള ഒരു ലൈറ്റിംഗ് ഒക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒത്തിരി ആ ഒരു വാട്ടർഫോൾ നമുക്ക് അത്ര അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും രസമുണ്ടായിരുന്നു. ആ ഒരു നീല കളറിൽ ആ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആക്ച്വലി ക്വിക്ക് ഡ്രൈ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ ഇറങ്ങിക്കോളാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും ഇറങ്ങുന്ന കാണാത്തത് കൊണ്ട് നമ്മളും ഇറങ്ങിയില്ല. പക്ഷെ അതിൻ്റെ സൈഡിൽ ആ കല്ലിലൊക്കെ ഇരുന്ന് നമ്മൾ ഗ്രൂപ്പ് ബാക്കിയുള്ളവരുമായിട്ട് കുറേ കൂടെ മിങ്കിൾ ചെയ്തു, കുറേ സംസാരിക്കുകയും അവിടെ അങ്ങനെ ഇരുന്ന് കുറേ നേരം എല്ലാവരും ടൈം സ്പെൻഡ് ചെയ്തു, ഫോട്ടോസൊക്കെ എടുത്തു. അതും രസമുണ്ടായിരുന്നു. പിന്നെ ക്രാങ്ഷുരി വാട്ടർഫോൾസിൽ നിന്നും നെക്സ്റ്റ് നമ്മൾ പോയതെന്ന് പറഞ്ഞാൽ ഷ്നോക്ക് ഡെങ് എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്കായിരുന്നു. അവിടെയായിരുന്നു നമ്മളുടെ ക്യാമ്പിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷ്നോക്ക് ഡെങ് എന്ന് പറയുന്നത് ഒരു ക്യാമ്പിംഗ് ഏരിയ ആണ്. ആൻഡ് ഇറ്റ് സെർവ്സ് എസ് എ ബോർഡർ ഫോർ ഇന്ത്യ ഫ്രം ബാംഗ്ലാദേശ്. ആൻഡ് ദർ ഇസ് ദിസ് റിവർ കോൾഡ് ഉംഗോട്ട്. അത് അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനുമാണ്. അതേപോലെ ഈ വില്ലേജിൻ്റെ സോഴ്സ് ഓഫ് വാട്ടറുമാണ്. ഈ ഉംഗോട്ട് റിവർ സൈഡിലാണ് നമ്മളുടെ ക്യാമ്പിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എഗെയിൻ എൻ്റെ ഫസ്റ്റ് ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഗ്ലാഡ് ദാറ്റ് ഐ ഗോട്ട് ടു എക്സ്പീരിയൻസ് ഇറ്റ്. കാരണം ഈ ഒരു റിവർ സൈഡിലായതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ടൈം ഈ ഒരു റിവറിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. പിന്നെ നല്ല തണുത്ത ഒരു അന്തരീക്ഷം. പിന്നെ അവർ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനടുത്ത് തന്നെ ഡിന്നറും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പം ഇവിടെ ഡിന്നർ എന്നൊക്കെ പറയുന്നത് ഹോം മെയ്ഡ് ഫുഡാണ്. അവിടെ അടുത്തുള്ള ലോക്കൽസിൽ നിന്നും അവർ പ്രിപ്പയർ ചെയ്ത് വീട്ടിൽ നിന്നും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്ന ഫുഡായിരുന്നു നമുക്ക് ഡിന്നറായിട്ടൊക്കെ കിട്ടിയത്. അങ്ങനെ അപ്പം നമ്മൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ക്യാമ്പ് ഫയറിൻ്റെ അടുത്ത് എല്ലാവരും കൂടെ പാട്ടും ബഹളവും ഡാൻസും ഒക്കെ ആയിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കസിൻസ് ഞങ്ങൾ 3 പേരും കൂടെ നമ്മളുടെ ടെൻറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് നേരം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തു, പാട്ടൊക്കെ പാടി. तुझसे जिया चैनो करार दिल को मिला जब फिरा हूँ संग तेरे भूलो हर गम शिकवा दिला तेरे इश्क का ही नशा है मेरी रूह तक में बसा है अब है सामने इसे छू लो जरा मर जाओ या जी लो जरा. പിന്നെ ഈ ടെൻ്റ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു കാറ്റൊക്കെ അടിക്കുമ്പോൾ ഈ ടെൻ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമല്ലേ മുകളിൽ. അപ്പം നമുക്കിങ്ങനെ ശരിക്കും അങ്ങോട്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല, പക്ഷെ എന്നാലും ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡേ ആ ടെൻറ്റിനകത്ത് വൈൻഡ് അപ്പ് ചെയ്തു. അങ്ങനെ തേർഡ് ഡേ മോർണിംഗ് നമ്മൾ സൺറൈസ് ഒക്കെ കണ്ടു. ഒരു ബ്യൂട്ടിഫുൾ മോർണിംഗ് ആയിരുന്നു. നമ്മൾ ആ രാത്രിയിൽ വന്ന് കയറിയ ടെൻറ്റിൻ്റെ ഭംഗിയൊക്കെ നമ്മൾ ആസ്വദിക്കുന്നതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. തേർഡ് ഡേ എന്ന് പറയുന്നത് നമുക്ക് കുറേ വാട്ടർ ആക്ടിവിറ്റീസും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, ഇപ്പം എൻ്റെ ഇത് കിട്ടോ ഈ മൗണ്ടൻ എക്സ്പ്ലോർ ഈ ടെൻറ്റിന് പറ്റിയതാണ്. മൗണ്ടൻ എക്സ്പ്ലോർ ദി മൗണ്ടൻസ്. യെസ്, ഷീ ഈസ് ഡൂയിങ് ഇറ്റ്. അപ്പോൾ നമ്മൾ മോർണിംഗും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് അവർ കുക്ക് ചെയ്ത് കൊണ്ടുവരുന്നായിരുന്നു. അത് നമ്മൾ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ തന്നു. ലൈഫ് ജാക്കറ്റ് തന്നിട്ട് എല്ലാവരും ഈ ഉംഗോട്ട് റിവർ സൈഡിലേക്ക് പോയി. അവിടെയാണ് നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാകുന്നത്. അവിടുന്ന് ആദ്യം നമ്മളെ ഒരു ബോട്ട് റൈഡിനാണ് കൊണ്ടുപോകുന്നത്. അവിടെ നമ്മൾ ആ ബോട്ടയിൽ കയറ്റി ഈ റിവറിൽ കൂടെ ഈ റിവർ ചെല്ലുന്നതാണ് ഡൗക്കി വില്ലേജിലേക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഡൗക്കി റിവർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഡൗക്കി റിവർ എന്ന് പറയുന്നത് കുറച്ച് മാറിയിട്ടാണ്. അങ്ങോട്ട് നമ്മൾ പോയില്ല. നമ്മൾ ഈ റിവറിൽ ആണ് ഈ ബോട്ട് റൈഡും അതുപോലെ ബാക്കി വാട്ടർ ആക്ടിവിറ്റീസും എല്ലാം ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കുറേ കൂടെ ബെറ്റർ ആണ്, ലെസ് ക്രൗഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ആദ്യം ഫസ്റ്റ് ബോട്ട് റൈഡ് എടുത്ത് അവർ കുറേ നേരം എനിക്ക് തോന്നുന്നു ഒരു 30 to 45 മിനിറ്റ്സ് നമ്മൾ ആ ബോട്ടിൽ അവർ ഈ റിവറിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോയി. നമ്മളൊരു വാട്ടർ ഫോൾ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ചെറിയൊരു ഏരിയ അങ്ങോട്ടേക്ക് നമ്മളെ ഇവർ കൊണ്ടുപോയി. അവിടുത്തെ ആ വെള്ളത്തിൻ്റെ നിറമൊക്കെ കാണുമ്പോഴത്തേക്ക് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്നൊക്കെ ഞാൻ ഇതിന് മുമ്പ് കേട്ടിട്ടേ ഉള്ളൂ. പിന്നെ നമ്മളതുപോലെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് കാണുക എന്ന് പറയുന്നത് അത്രയും ക്ലിയർ ആണ്. ആ വെള്ളത്തിൻ്റെ കളറും ഒക്കെ കൂടെ അത് ഒന്നെങ്കിലും നേരിട്ട് തന്നെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. വീഡിയോ ഒന്നും ഐ ഡോണ്ട് തിങ്ക് വിൽ ഡു ജസ്റ്റിസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ബോട്ട് റൈഡ് കഴിഞ്ഞിട്ട് നമ്മളൊരു ക്ലിഫ് ജമ്പിങ്ങിലേക്കാണ് നെക്സ്റ്റ് അവർ കൊണ്ടുപോയത്. ക്ലിഫ് ജമ്പിങ് എന്ന് പറഞ്ഞാൽ 7 ഫീറ്റും ഉണ്ട്, 21 ഫീറ്റും ഉണ്ട്. ഇങ്ങനെയായിരുന്നു നമ്മളോട് ആദ്യം പറഞ്ഞത്. 7 ഫീറ്റ് ക്വാളിഫൈ ചെയ്യുന്നവർ 21 ഫീറ്റ് ചെയ്യിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ ക്ലിഫ് ജമ്പിങ്ങിൻ്റെ അവിടെ ചെന്നു. നമ്മൾ ഈ ബോട്ടയിൽ ഇരുന്ന് ആദ്യം കാണുമ്പോൾ നമുക്ക് ഇത്രയും ഹൈറ്റേ ഉള്ളൂ, ഇത് കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ട്, കാരണം ലൈഫ് ജാക്കറ്റും ഉണ്ട്, സുഖമായിട്ട് ചാടാം അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ഈ 7 ഫീറ്റിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഈ വെള്ളം ഭയങ്കര ക്ലിയർ ആയതുകൊണ്ട് നമുക്ക് ഈ ഡെപ്ത് ഫുള്ള് കാണാം. അങ്ങ് താഴെ നല്ല ഡീപ്പായിട്ട് വെള്ളം കിടക്കുന്ന കാണുമ്പോൾ പറ്റൂല. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഒരു കാര്യം 4 ഫീറ്റ് ഉണ്ട്, 7 ഫീറ്റിൻ്റെ താഴെ ഒരു 4 ഫീറ്റ് ഉണ്ട്, അവിടെ നിന്ന് ചാടിക്കണം. 3, 2, 1, jump!
പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ ആ ട്രെയിനർ ആ പുള്ളി വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ 3 വരെ കൗണ്ട് ചെയ്യും, 3rd കൗണ്ടിൽ ചാടിക്കോണം എൻ്റെ കൂടെ എന്ന് പറഞ്ഞു. പുള്ളി എൻ്റെ കയ്യെ പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചാടിയത്. അപ്പോൾ അങ്ങനെയായിരുന്നു. എനിക്ക് ആ ഡെപ്ത് കണ്ടപ്പോഴത്തേക്കും നമ്മളുടെ ഇത് പോയി. ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും ക്ലിയർ ആണ് വെള്ളം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് സ്നോർക്കലിംഗ് ആണ്. സ്നോർക്കലിങ്ങിന് പോയിട്ട് എഗെയിൻ അവിടെ നമുക്ക് കുഴപ്പമില്ല, വെള്ളം നമ്മളുടെ ഈ ഒരു വേസ്റ്റിൻ്റെ ഒക്കെ ഇവിടം വരെ വെള്ളമുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ക്ലിയർ വാട്ടർ ആയതുകൊണ്ട് നമുക്ക് കുറേ മീനുകളും കല്ലുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് വാട്ടർ ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോയതെന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മളുടെ ടെൻറ്റിൽ പോയി നമ്മൾ ചേഞ്ച് ചെയ്തു. നമ്മൾ ലഞ്ച് കഴിക്കാനാണ് നെക്സ്റ്റ് പോയത്. നമ്മളൊരു മേഘാലയൻ വെജ് താലിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല, ഹോട്ടൽസിലെ പോലെ ചെറിയ ചെറിയ കടകളാണ്. അതും ഇവർ വീട്ടിൽ നിന്നും കുക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മൾ ഏതായാലും വെജ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു താലിയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു മേഘാലയൻ ട്രിപ്പിൽ ലഞ്ച് കഴിച്ചതിൽ എൻ്റെ ഫേവറേറ്റ് ലഞ്ച് അന്നത്തെ ആയിരുന്നു തോന്നുന്നു. കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. എനിവേസ് ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചിറാപുഞ്ചിയാണ്. ചിറാപുഞ്ചി പോകുന്ന വഴിയിൽ നമുക്കൊരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ദ ക്ലീനസ്റ്റ് വില്ലേജ് ഇൻ ഏഷ്യ, മോലിനോ. ആ വില്ലേജ് അറിയപ്പെടുന്നത് പോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല ക്ലീൻ ആയിട്ടാണ് അവിടെ ഉള്ള ആൾക്കാർ അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നിറച്ച് ചെറിയ ചെറിയ ഗാർഡൻസും ഒക്കെ ആയിട്ട് നീറ്റായിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ചെറിയൊരു ഹാപ്പിനെസ് ഒക്കെ കിട്ടും അതുവഴി ഇങ്ങനെ നടക്കുമ്പോൾ. പിന്നെ ഒരു ചെറിയ വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഈ പണ്ട് കളിക്കുമ്പോൾ ഇങ്ങനെ ഈ ഏറുമാടമൊക്കെ കെട്ടിട്ടില്ലേ, ആ പറഞ്ഞ പോലെ വലിയ മരത്തേലേക്ക് ഇവരിങ്ങനെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബാംബു വെച്ചിട്ട് ഇങ്ങനെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ വ്യൂ പോയിന്റിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ എനിക്ക് നല്ല പേടിയായിരുന്നു, ഹൈറ്റ് കൂടുമ്പോഴേ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അത് അത്ര വേർത്തി ആയിട്ട് ഫീൽ ചെയ്തില്ല. എനിക്കും നല്ല ആർക്കും തന്നെ അത്ര ഒരു വേർത്തി ആയിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷെ ഈ വില്ലേജ് ഈ പറഞ്ഞ പോലെ നമുക്ക് ക്ലീനസ്റ്റ് വില്ലേജ് ഇൻ ഏഷ്യ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. He told me you eat whatever you get there yesterday. Adu matram nammal baaki make one more. But it's big one. Namku share it. It's fine. It's okay. She gave. It's fine. And give us 5 muffins. No. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ചിറാപുഞ്ചിക്കായിരുന്നു. ചിറാപുഞ്ചിയിൽ നമ്മൾ എത്തി, രാത്രിയായി. അവിടെ എത്തിയപ്പോൾ നമുക്ക് ഈ ഒരു റിസോർട്ടിൽ അവർ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെക്ക് ഇൻ ചെയ്തു, ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അന്നത്തെ ദിവസം റെസ്റ്റ് എടുത്തു.